ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇത് ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡും ഒടിഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. പിന്നെ ഫാൻ ഇടാൻ പറ്റില്ല, ചിലപ്പോൾ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ മാത്രം വെച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് വിയർത്തൊഴുകുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും പാലക്കാട് സ്വന്തം മണ്ഡലത്തിലേക്ക് പോയിട്ടില്ല, വീട്ടിൽ തന്നെയാണ്. ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നല്ലോ. ഒരു അകാരണമായിട്ട് ഒരാളിനെ 18 ദിവസം ജയിലിൽ അടച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇതുവരെയും കുടുംബം മീൻസ് അമ്മ ഉൾപ്പെടെയുള്ളവർ മുക്തരായി കാണത്തില്ല. അപ്പോൾ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുക, അടുത്തുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ BJP-ക്കാർ ഒരു എന്താ പറയുക, അവിടെ പാലക്കാട് കിടന്ന് BJP-ക്കാർ ഭയങ്കര പ്രഹസനം, പാലക്കാട് MLA രാജിവെക്കണം. അതായത് സത്യമായിട്ട് പറഞ്ഞാൽ നാണവും മാനവും ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ BJP-യിലൊക്കെ നമുക്ക് അവർക്ക് കുറച്ചൊരു സ്നേഹവും റെസ്പെക്റ്റ് ഒക്കെ ഉള്ളവരായിരുന്നു. യുവമോർച്ചയിലെ ആൾക്കാർ അവിടെ അതിനു മുമ്പ് തന്നെ രാജിവെക്കാത്ത ആൾക്കാർ, അതിനു മുമ്പ് ശ്രീപീഡന കേസിൽ പ്രതികളെ അകത്തിരിപ്പുണ്ട്, നിയമസഭയ്ക്കുള്ളിലിരിക്കുന്ന അവരാദ്യം രാജിവെപ്പീര്, എന്നിട്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിലോട്ട് കയറുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കെട്ടിച്ചമച്ച കഥകളാണെന്ന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ റിനി ജോർജ്, നിങ്ങളൊക്കെ ആ ഒരു സ്ത്രീയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. എപ്പോഴാണ് കേട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിട്ടാണ് നമ്മൾ ഈ റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമുക്കറിയുന്നത്. അവരൊരു സിനിമാ നടിയാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അവരേത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് എനിക്കറിയില്ല. ഓൾറെഡി എന്നെ ഇപ്പോൾ അധികം ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഞാനും സിനിമയിൽ അഭിനയിച്ച ആളാണ്. ഓൾറെഡി നേര് സിനിമയ്ക്ക് അത് ഞാൻ ഓൾറെഡി ഉണ്ട്. ഒരു 15 മിനിറ്റോളം ലാലേട്ടൻ്റെ അടുത്തിരിപ്പുണ്ട്. പക്ഷേ നമ്മൾ ഒന്നും ആർക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലുള്ള അഭിനയമൊന്നും ഇതുവരെ നമ്മുടെ സിനിമ പുറത്തേക്ക് വന്നിട്ടില്ല. 2 സിനിമയിൽ ഓൾറെഡി ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ. പക്ഷേ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ, റിനി ആൻഡ് ജോർജ് ആണോ, മേ ബി ആണെന്ന് തോന്നുന്നു, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തട്ടോ. അപ്പോൾ അവരുടെ ഒരു സിനിമയോ ഒന്നും, അവരൊരു സിനിമാ നടിയായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു വോയിസ് നമ്മൾ നേരത്തെ അവരുടെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ഇപ്പോൾ നമ്മുടെ ഫെനി 99 എന്ന് പറയുന്നൊരു പയ്യനുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരൻ. അവനാണല്ലോ ഈ കാര്യങ്ങളൊക്കെ, ഈ അതിജീവിതയുടെ കുറേ ചാറ്റും കാര്യങ്ങളും ഒക്കെ ഈ എന്താ പറയുന്നത്, ഈ ബലാത്സംഗം ചെയ്തു എന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ഫെനിയാണ്. അപ്പോൾ ഫെനിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിനി എന്ന് പറയുന്ന വ്യക്തി മൂന്നാം പരാതി കൊടുത്ത്, കാനഡയിൽ നിന്ന് 3-ാം പരാതി കൊടുത്ത സ്ത്രീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ അങ്ങനെ ഈ ഒരു സ്ത്രീ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഫെനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ആദ്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് സംസാരിക്കുമ്പോൾ 24 മണിക്കൂറിനകം, പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിനി എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് നമ്മുടെ പുറത്തേക്ക് വന്നത്. നമുക്കൊക്കെ മനസ്സിലായി ഈ വ്യക്തി ഇങ്ങനൊരു സ്ത്രീയെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അവർ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല ഒരു ഉളുപ്പുണ്ടോ സ്ത്രീകൾക്ക് വേണ്ടി എന്നൊക്കെ പറയാനായിട്ട്. ഒരു ഹോട്ടലിൽ റൂം എടുത്താൽ ഞങ്ങൾ ഉമ്മ വെക്കാനും കിസ് അടിക്കാനും മാത്രമാണ് റൂം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവരുടെ ഒരു വോയിസ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഇത് നേരത്തെ പറഞ്ഞാണ്, ഈ സ്ത്രീയാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ എന്നാണ് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഗൈസ്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇനിയും വരാനുണ്ട്, ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടത്. എത്ര കല്ലെറിഞ്ഞിട്ടും എൻ്റെ ചിരിയെ, എൻ്റെ വസ്ത്രത്തെ, എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അല്ല, ഇവരുടെ വസ്ത്രത്തിനെയും ഇവരിടുന്ന മാംസപ്രദർശനം നടത്തിയാൽ ചിലപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ചിലപ്പം വിമർശിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ സ്ത്രീ ഇപ്പം ഞാനിവിടെ ഒരു സ്ത്രീയാണ്, എനിക്കുള്ള സാധനങ്ങളേ ഉള്ളൂ വേറൊരു പെണ്ണിനുള്ളതല്ലേ, വേറൊരു പെണ്ണിനുള്ളതേ ഉള്ളൂ എനിക്കും, അല്ലാണ്ട് ആർക്കും അധികമൊന്നും ആരും തന്നിട്ടില്ല. അപ്പോൾ ഈ മാംസപ്രദർശനം നടത്തുമ്പോൾ മാംസപ്രദർശനം നടത്തി കാശ് വാങ്ങിക്കുന്നവരെ കാണുന്നവർ ചിലപ്പം അത് ഇഷ്ടപ്പെടാത്തവർ വിമർശിക്കും. ആ വിമർശനങ്ങളൊക്കെ കേൾക്കാനുള്ള ത്രാണി അല്ലെങ്കിൽ മനക്കെട്ടി ഉണ്ടാവണം ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് വന്ന് തുണി അഴിക്കുമ്പം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തിനാ ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇരകളെല്ലാം വെച്ചിരിക്കണമെന്ന്. ഇവളുമാരൊക്കെയാണ് ഇരകൾ. ഇനി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കേ. എന്നാൽ പോലും എനിക്ക് എന്നുള്ളതല്ല, എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നായിരുന്നു എൻ്റെ തീരുമാനം. അയ്യോ, എൻ്റെ സഹോദരിമാർക്ക്, ഇതുവരെ സഹോദരിമാർക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു രക്ഷകർത്താവ് ഇല്ലാതിരുന്നത്. ഇവരാണ് രക്ഷകർത്താവായിട്ട് അവതരിച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരിമാർക്ക് ഞാൻ നീതി കിട്ടുന്നതിന് വേണ്ടി നിലകൊള്ളുമെന്ന്.
ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ 10, 11, 12ാമത്തെ വർഷമാണ് ഞാൻ വക്കീലായിട്ട്. എത്രയോ ഈ പീഡനത്തിൽ, യഥാർത്ഥമായിട്ടുള്ള പീഡനത്തിന് അകപ്പെട്ട ഭിന്നശേഷിയിൽ ഉൾപ്പെട്ട പോലും പെൺകുട്ടികളെ കണ്ട് നിൽക്കുന്നവരാണ് ഞങ്ങളും. അപ്പം ഇവരുടെ ഈ പരാതി, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തവരുടെ എന്താ പറയുക, രക്ഷകയായിട്ട് ഒരാൾ അങ്ങോട്ട് അവതരിച്ച് ചെയ്ത് കേട്ടോ. എന്നും അങ്ങനെ തന്നെയായിരിക്കും, അതിൽ ഉറച്ചു നിൽക്കും. അത് വലിയൊരു ചാരിതാർത്ഥ്യം. ഇപ്പോഴും കുറെ ആളുകൾ സൈബർ രംഗത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ അതിജീവിത വിവാഹം കഴിഞ്ഞവരാണ്, അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുവാണ്. അതായത് സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്തോണ്ട്, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തോണ്ട്. അല്ല, നല്ല ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യാൻ വരുമായിരുന്നോ ചേച്ചി? പിന്നെ കല്യാണം കഴിച്ച കെട്ടവന്മാരും ഉള്ള ഇവളുമാരെല്ലാം ഒരു പയ്യനെ കണ്ടപ്പോൾ, അവൻ കല്യാണം കഴിക്കാത്തവനാ, അവൻ അന്ന് ജനപ്രതിനിധി അടുത്ത ഡയലോഗിന് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുത്തനെ കണ്ടപ്പോൾ അവന് 10 പേര് അറിയപ്പെടുന്നൊരു പ്രശസ്തനാന്ന് കണ്ടപ്പോൾ ഉടനെ അവനെ വിളിച്ചു വരുത്തി പ്രണയം കാണിച്ച് അവനെ ചാറ്റ് ചെയ്ത് ലാസ്റ്റ് അവനെ വിളിച്ചൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് ബുക്ക് ചെയ്ത് വിളിക്കുമ്പോൾ എന്ത് പാട്ട് പാടിയിരിക്കാനാന്ന് വിചാരിച്ചോ? ആണോ? കാമം തീർക്കാന്ന് വേണ്ടിയിട്ട് തന്നെയല്ലേ? എന്നിട്ട് ഇവളുമാരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു. സൈബർ ഇടത്തിലിരുന്ന് കുറേ ആൾക്കാർ, സൈബർ ഇടത്തിലിരുന്ന് കണ്ണും മുഖവും ഒന്നും കാണിക്കാതല്ല, സൈബർ ഇടത്തിലിരുന്ന് മര്യാദയ്ക്ക് മുഖം കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന, മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളാണ് ഞങ്ങളൊക്കെ. നല്ല പ്രൊഫഷനും നീയൊക്കെ ജീവിതത്തിൽ ജന്മത്തിൽ ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത്ര വിദ്യാഭ്യാസവും വിവരവുമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഒരിക്കലും ഈ ജന്മം മുഴുവൻ പഠിച്ചാലും തീരാത്തത്ര എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണ് ഞാൻ. അതാണ് കണക്കൊരു പ്രൊഫഷനും ഉള്ള ആളാണ് ഞാൻ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നേരിട്ട് വന്നിരുന്ന് പറയുന്നത് ഞങ്ങളും ഒക്കെ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് എന്താ കാണാൻ എന്താ മോശമാണോ? ഇനി അടുത്ത കേക്ക്. സംസാരിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഇഷ്യൂ അല്ല ഇവിടെ. ഒരു ജനപ്രതിനിധിക്ക് ഒരു ധാർമ്മികത വേണ്ടേ? പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. എങ്ങനെയോ അല്ല, ഇതൊരു രാഷ്ട്രീയ പ്രേരിതമല്ല. ഒരു നിമിഷം ഒന്നുകൂടി, ഒരു സമയത്തിലേക്ക് ഇത് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ കരുതുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമല്ല, ഇത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തേക്ക് വന്നു ചേർന്നതേ ഉള്ളൂ. ഇതൊരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള കാര്യമാണ്. ഒരു പുരുഷനും സ്ത്രീയുമായിട്ടുള്ള കാര്യമാണെങ്കിൽ പീഡനം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. അതും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 3 മാസം മുമ്പേ തുടങ്ങി. 3 മാസം കഴിഞ്ഞിട്ട് ആ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ഒരു 10-15 ദിവസം മുമ്പേ ഉള്ളപ്പോൾ പരാതി കൊണ്ടു കൊടുക്കുന്നത്. നാണവും മാനവും ഉളുപ്പുണ്ടോ ഈ പെണ്ണും പിള്ളയ്ക്ക്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക. ഇവൾക്കൊക്കെ വന്ന് സംസാരിക്കാൻ നാണവും മാനവും ഉണ്ടോ? ഇതൊക്കെ ആരുടെ പിൻബലത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കുറേ പെണ്ണുങ്ങൾക്ക് രക്ഷകരുടെ, ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലേ. ഫേക്ക് ഫെമിനിസം പാടില്ല. ഫെമിനിസം ആവാം, അതെന്താണ്? സ്ത്രീകൾ അതിജീവത എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ജീവിതം നശിച്ചു കിടക്കുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് ഇന്ന് നാട്ടിൽ. ജീവിക്കാൻ നിവർത്തിയില്ലാതെ, ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ നിവർത്തിയില്ലാതെ അസുഖമായിട്ട് കിടക്കുന്നവർ, ഭർത്താവ് തളർന്നു കിടക്കുന്നവർ, മക്കൾ സുഖമില്ലാതെ കിടക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ അതിജീവനത്തിലേക്ക് കൊണ്ടുവരിക. അതവരാണ് അതിജീവിതമാർ. അല്ലാണ്ട് കല്യാണം കഴിച്ച് കെട്ടിയവന്മാരും ഒക്കെ ഉള്ളപ്പം വേറെ വല്ല ആമ്പിള്ളേരെ കണ്ടുപിടിച്ച് അവരെ തിരക്കിപ്പോയി അവരെ കൂടെ കിടക്ക പങ്കിട്ട് ഗർഭവും ഉണ്ടാക്കിയിട്ട് പിന്നെ അവർക്കെതിരെ പരാതി കൊടുത്ത് നടക്കുന്നവരല്ല അതിജീവിതമാർ. ഒരിക്കലും അതിജീവിതമാർ എന്നുള്ള പേര് അതിന് ഉപയോഗിക്കരുത്. ഇവരൊക്കെ പരാതി കൊടുത്തു, പരാതിയിൽ ഇവർ എന്താ പറയുക, നമ്മുടെ നീതിന്യായ പീഠം അല്ലെ നീതിന്യായ കോടതികൾ അവർക്ക് അയാൾ ശിക്ഷാർഹനല്ലേ, കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കട്ടെ. അല്ലാതെ ഇവരൊക്കെ അതിജീവിതമാർ, ഇവർക്കൊക്കെ സംരക്ഷണം അല്ലെ രാഷ്ട്രീയം കണ്ടു. ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമല്ല. അയ്യോ ചേച്ചി, എൻ്റെ പൊന്നു ചേച്ചി, ഉളുപ്പൊണ്ടാ. അടുത്ത നിങ്ങളെന്നെ കേക്ക്. ഇത് ദൈവത്തിന്റെ ഗൂഢാലോചന ആയിരിക്കാം എന്നാണ്. ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളല്ല. കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ പൊതുമധ്യത്തിൽ വെക്കുന്നു എന്നുള്ളതാണ്. അയ്യോ, ഇതൊന്നും രാഷ്ട്രീയ പ്രേരിതമല്ല, ഇതൊക്കെ ദൈവത്തിന്റെ ഗൂഢാലോചനയാണ്. എൻ്റെ കർത്താവേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമാണ് ഗൂഢാലോചന നടത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിലിലടച്ചതെന്ന്. എന്ത് പറയുന്നത്? വിദ്യാഭ്യാസം വിവരം എന്ന് പറയുന്ന അടുത്തൂടെ പോയിട്ടില്ല. ഏതോ ഇതിലൊക്കെ ഷോർട്ട് ഫിലിമോ ഏതാണ്ട് അതിലൊക്കെ കുറേ തുണിയും അഴിച്ച് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിനയിച്ചെന്ന് പറയുന്നത്. അങ്ങനെ കുറേ മോഡലിങ്ങോ കുറേ വീഡിയോയോ റീൽസൊക്കെ എടുത്തെന്ന് കരുതി ഇവരൊക്കെ വലിയ ആൾക്കാരായെന്ന ഇവരെ വിചാരം. ഇവർ പറയുന്നതൊക്കെ അങ്ങ് വേദവാക്യം പോലെ കുറേ ചാനലുകാരിൽ നിന്ന് ഇവരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നു. വിദ്യാഭ്യാസം വിവരവും തൊട്ട് തീണ്ടിയില്ലാത്ത ആൾക്കാർ. എന്നിട്ട് പിന്നെന്തോ പറയുന്നു, സ്ത്രീകൾ എന്തുവാ സമൂഹത്തിൽ ഇതേപോലെ കഷ്ടപ്പെടുന്ന സ്ത്രീകളെ ഇതുപോലെ കല്യാണം കഴിച്ചവളമാർ, കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കനെ ഒരു 10 പേര് പ്രശസ്തി 10 പേര് അറിയപ്പെടുന്ന ഒരുത്തനെ കണ്ടുപിടിച്ച് അവൻ്റെ കൂടെ പോയിട്ട് കിടന്നിട്ട് പിന്നെ അത് കഷ്ടപ്പെടുന്നെന്ന്.
നാണം മാനം ഉണ്ടോ? അടുത്ത് നിങ്ങളൊന്ന് കേക്ക്. ഞാൻ പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്നുള്ളതാണ്. കാണത്തില്ല. പെൺകുട്ടികളുടെ കരച്ചിലാണ്, അവരുടെ രോദനമാണ്, കാര്യങ്ങൾ ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതാണ് അപ്പം ഇത് പെൺകുട്ടികളുടെ കരച്ചിലാണ്, രോദനമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട്. ഇതെപ്പോഴാണെന്നറിയാം ഈ വോയിസ് വന്നത്? 3-ാം പരാതിക്കാരിയുടെ പരാതി വരുന്നതിന് മുന്നുള്ള വോയിസാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 3-ാം പരാതിക്കാരിയുടെ പരാതി വരുന്നതിന് മുന്നേ ഉള്ള വോയിസാണിത്. അപ്പോൾ ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. ഈ സ്ത്രീക്ക് എങ്ങനെ അറിയാം? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും പോയിട്ട് ഇവിടെ ഏതെങ്കിലും പീഡന കേസ്, ഇപ്പോൾ നമ്മുടെ മുകേഷിനെ തന്നെ പറയാം, ഈ മുകേഷിനെതിരെ പരാതി വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഈ പരാതി പീഡനത്തിന് പ്രതിയാക്കപ്പെട്ട ആൾക്കാരെല്ലാം ഇനിയും പരാതി വരാൻ ഇതെന്തോ കണ്ടുപിടുത്തമാണ് പണി, അതോ ഞാനിതെല്ലാം ഗൂഢാലോചന ചെയ്യുമല്ലോ? ഞാനപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരെ സ്വരുക്കൂട്ടി ഗൂഢാലോചന നടത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്കെതിരെ കേസ് കൊടുത്ത് ഇത് അങ്ങനെ ആക്കി തീർക്കുകയല്ലേ? ഇതിനാണ് പറയുന്നത് ഗൂഢാലോചന. അപ്പം ഇവള് പറയുന്നത് എന്താണ്? എൻ്റെ ദൈവമാണ് ഗൂഢാലോചന നടത്തിയത്. ഈ റിനി എന്ന് പറയുന്ന വ്യക്തിയാണ് ഗൂഢാലോചന നടത്തിയത്. അതുകൊണ്ടാണ് ഇനിയും പരാതികളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് 3-ാം പരാതി വന്നത്. അതുകൊണ്ടാണ് 3-ാം പരാതിക്കാരി പറഞ്ഞത് ആ പെണ്ണെന്നെ വിളിച്ചായിരുന്നെന്ന്. ആ പെണ്ണ് റിനി എന്ന് പറയുന്ന ആ പെണ്ണെന്നെ വിളിച്ചായിരുന്നു എന്നാണ് അവരുടെ ചാറ്റിനകത്ത്, ഫെനി പുറത്തുവിട്ട ചാറ്റിനകത്തുള്ളത്. ഇനി ബാക്കി നിങ്ങൾ കേൾക്ക്. മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷേട്ടൻ തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട്, ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യപ്പെടുള്ളൂ. അപ്പൊ ഒന്നിച്ചു നിന്ന് പോരാടണം. എന്നാൽ മാത്രമേ നമ്മൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഒന്നിച്ചു നിന്ന് പോരാടണം. എന്തിനാ കല്യാണം കഴിച്ചവളുമാര് അവിഹിതത്തിന് പോയത്? ഒന്നിച്ചു നിന്ന് പോരാടണമെന്ന്. നാണവും മാനവും ഉഴപ്പും ഒരിത്തിരിയെങ്കിലും ഉണ്ടോ പെണ്ണും പിള്ളയെ നിങ്ങൾക്ക്? എന്നിട്ട് ഇവിടെ സ്ത്രീകൾ കണ്ട് സ്പേസ് ഉണ്ടെന്ന്. ഇവിടെ ഫേക്ക് ഫെമിനിസം അല്ല വേണ്ടേ. സ്ത്രീകൾക്ക് ഇവിടെ എപ്പോഴും സ്പേസ് ഉണ്ട്. സ്ത്രീകൾക്ക് എന്താണ് സ്പേസ് ഇല്ലാത്ത? സംസാരിക്കാൻ അറിയുന്ന, വിദ്യാഭ്യാസവും വിവരവും പ്രൊഫഷനും, അതുപോലെ വീട്ടിലിരുന്ന മര്യാദയ്ക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ലക്ഷക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാതെ ഫേക്ക് ഫെമിനിസം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ വായി തോന്നുന്ന ഇത് ഞാൻ വിളിച്ചു പറയും. ഇത്രയും ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ സംസാരിക്കാൻ വരരുത്. എന്നിട്ട് പറയുവാണ് ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഇത് ഒരു ഗൂഢാലോചനയും ഇല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ഈ കരയുന്ന പെണ്ണുങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാനിങ്ങ് നിലകൊള്ളുവാന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ ഫ്രണ്ട്സ്, നമ്മൾ ഒരാളിനെ എന്നിട്ട് പറയുന്ന അപ്പോൾ അയാൾ ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു നമ്മുടെ ഒരു ജനപ്രതിനിധിയല്ലേ, അതിനകത്ത് ഒരു ധാർമ്മികത വേണ്ടേന്ന്. അയാൾ ഈ സമയത്ത് ജനപ്രതിനിധി അല്ലായിരുന്നു, അതൊന്ന് മനസ്സിലാക്കൂ. അയാൾ ജനപ്രതിനിധിയേ അല്ലായിരുന്നു. അയാൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അയാൾ വിവാഹം കഴിക്കാത്ത ഒരാളായിരുന്നു. പല സ്ത്രീകളും വിവാഹം കഴിക്കാത്ത എത്രയോ ആൺപിള്ളേരും പെൺപിള്ളേരും എത്രയോ പേര് പ്രേമിക്കുന്നു, എന്നിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, അങ്ങനെ ബ്രേക്കപ്പ് ആയി, അത്രയേ ഉള്ളൂ. അല്ല, ഈ സ്ത്രീകൾ സമ്മതിക്കാതെ ഏതെങ്കിലും ഒരു പുരുഷൻ അവരുടെ ശരീരത്ത് തൊടുമോ? അല്ല, ശരീരം കൂടെ കിടക്കാൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ അതൊരു പക്കാ ബലാത്സംഗമായിരിക്കണമായിരുന്നു. ആ ബലാത്സംഗം ചെയ്തപ്പോൾ ഇവരൊക്കെ എവിടെ പോയിരുന്നു? അങ്ങനെ ബലാത്സംഗം ചെയ്താൽ 2 വർഷം കഴിഞ്ഞ് എന്താണ് പരാതി കൊടുക്കുന്നത്? ഇവരെന്ത് കണ്ണുപൊട്ടരോ വന്ധരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും അംഗവൈകല്യം സംഭവിച്ച സാധുക്കളെ പോലുള്ള ആൾക്കാരാണോ? ഇവരൊക്കെ വിദ്യാഭ്യാസവും വിവരവും എല്ലാം ഉണ്ട് എന്ന് സ്വയം വിചാരിക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പം ഇത് എല്ലാം ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആരൊക്കെയോ തിരക്കഥയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ പറഞ്ഞു കഴിഞ്ഞാൽ വായിന്ന് എനിക്ക് നല്ല വാക്കൊന്നും വരത്തില്ല ഇതൊക്കെ കേൾക്കുമ്പോഴേ. ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഈ റിനി എന്ന് പറയുന്ന ഈ സ്ത്രീ ഫെനി നൈനാനുമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം മീൻസ് അവർ തമ്മിൽ വേഴ്സസ് റിനി ജോർജും ഫെനിയും തമ്മിലുള്ള ഒരു യുദ്ധം പോലെയുള്ള കാര്യങ്ങളാണ്. കാരണം ഫെനി ഒരു മെസ്സേജ് ഇടും, ഒരു ചാറ്റിടും, അപ്പോൾ അതിന് മറുപടിയായിട്ട് റിനി വരും, റിനി ചാറ്റിടും, അതിന് മറുപടിയിട്ട് ഫെനി വരും. അപ്പം ഫെനി ഒരു വെല്ലുവിളിച്ചു, ഞാൻ നിയമ നടപടി സ്വീകരിക്കുന്നു. അപ്പോൾ ഫെനി ഇപ്പോൾ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നിയമ നടപടി സ്വീകരിച്ചോളൂ, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ നിയമപരമായിട്ട് എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാമെന്ന്. അല്ലേ, നമ്മളൊരു കാര്യം പറയും, ഇവളുമാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാർക്കെതിരെ എല്ലാം കേസ് വരണം, എങ്കിൽ മാത്രമേ ഇവരൊക്കെ പുറത്തിറങ്ങൂ. ഇത് പ്രധാനമായിട്ടും ഞാൻ പറയാനുള്ള കാര്യം, യഥാർത്ഥമായിട്ടും പീഡനത്തിന് ഇരയാവുന്ന പെൺകുട്ടികൾക്ക് വളരെ വളരെ മോശം ചെയ്യും ഇത്തരം പ്രവണത. കാരണം യഥാർത്ഥമായിട്ടും ഒരു പീഡനത്തിന് ഇതേ കണക്കുള്ള പീഡകരുടെ കയ്യിൽ അകപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ സമൂഹം അവരെ അങ്ങനെ വിചാരിക്കൂ. അല്ലെ, സമൂഹം
സമൂഹം അവരെ അങ്ങനെ കരുതും. അല്ലെങ്കിൽ ഒരു കോടതികളിലോ പോലീസ് സ്റ്റേഷനിലോ ചെല്ലുമ്പോഴും അവർക്കത് വളരെ അവഗണനയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകൾ നടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഫേക്ക് കേസുകൾ ഇഷ്ടംപോലെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടും പീഡനത്തിൽ അകപ്പെടുന്ന പെൺകുട്ടികളുടെ നീതി നിഷേധമായിരിക്കും നടക്കുക. തീർച്ചയായിട്ടും ഇതിനെതിരെയൊക്കെ കോടതികൾ നടപടികൾ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതികൾ തീർച്ചയായിട്ടും അത് അപലപിക്കണം. അതിനെതിരെ കോടതികൾ സംസാരിക്കണം. ഈ കോടതികളുടെ ഓരോ പരാമർശങ്ങളും നമുക്ക് ഭയങ്കര വിലയാണ് അല്ലേ. നമുക്കിപ്പോൾ സുപ്രീം കോടതി ദീപ ജോസഫ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, 3ാം അതിജീവിതയുടെ പരാതി റദ്ദാക്കണമെന്നും പറഞ്ഞിട്ട് കോഷ് ചെയ്യണമെന്നും, പിന്നെ അതുപോലെ തന്നെ ഭരണഘടനാ ലംഘനമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ തടസ്സ ഹർജി, അതിനൊരു ഒബ്ജക്ഷൻ കൊടുത്തിരിക്കുകയാണ് 3ാം പരാതിക്കാരി. അപ്പോൾ എന്ത് തന്നെയായാലും സുപ്രീം കോടതി തീർച്ചയായിട്ടും അതിനെ പരാമർശിക്കണം. ഇത്തരത്തിലുള്ള നടപടികൾ ഇനിയും ഈ സ്ത്രീകളുടെ പുറത്ത്, വിവാഹിതരായ സ്ത്രീകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉൾപ്പെട്ടാൽ ഇത്ര നാൾക്കുള്ളിൽ കേസ് കൊടുക്കണം, ഇത്ര ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം, ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ കേസ് കൊടുക്കണം എന്നുള്ളൊരു പരാമർശമെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അങ്ങനെ യഥാർത്ഥ ബലാത്സംഗത്തിന് ഇരയായാൽ, അല്ലെങ്കിൽ ഈ ഒരു ബലാത്സംഗം എന്ന് പറയുന്നത് ഒരിക്കലും ബലാത്സംഗം, അതിൽ ഈ പരാതികളൊന്നും എടുത്തിട്ട് എന്താ പറയുക, അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോലീസ് ചെയ്യാതിരിക്കുകയോ. നമ്മുടെ ജനങ്ങളുടെ ടാക്സാണ് ഇതെല്ലാം പോണേ. ഈ പോലീസുകാർ ഇതിനു വേണ്ടി നടക്കുന്ന ശമ്പളം, അവർ അതിനു വേണ്ടി നടക്കുന്ന ചിലവുകളെല്ലാം നമ്മുടെ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ടാക്സാണ്. അത് മനസ്സിലാണ്. ഓരോ കോടതികളിലും, ഹൈക്കോടതികളായാലും സുപ്രീം കോടതിയിലും ഇവരൊക്കെ അപ്പീലുമായിട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ പൈസയാണ് എടുത്തു പോകുന്നത്. നമ്മൾ കടക്കടി കിടക്കുന്ന നമ്മുടെ പൈസയാണ് വീണ്ടും വീണ്ടും ഇവരെടുത്ത് ചെലവഴിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരാമർശം, ഇതിനൊക്കെ എതിരെയുള്ള ഒരു പരാമർശം തീർച്ചയായിട്ടും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പോലീസ് വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഓരോന്നും. കാരണം എടുത്തു ചാടില്ല, കാളെ പറ്റുമെന്ന് കേട്ടാൽ ഉടൻ കയറെടുക്കുന്ന ഒരു പ്രവണതയിലും പോലീസ് എന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ, ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് പൗരനും, അതിപ്പം പ്രതിയാണെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്കും വാദിയായിട്ടിരിക്കുന്ന വ്യക്തികൾക്കും ഒരുപോലെയുള്ള തുല്യ അവകാശമാണ് പോലീസിൽ. രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അപ്പോൾ ആ പോലീസിൻ്റെ ഒരു പിടിപ്പുകേട്, യാതൊരു തരത്തിലുള്ള നിയമ അവബോധവും ഇല്ലാതെ, യാതൊരു BNSന്റെ ഒരു സെക്ഷൻ പോലും മര്യാദയ്ക്ക് വായിക്കാതെ, BNSSനെ കുറിച്ച് ആ ഒരു ക്രിമിനൽ നടപടി ക്രമങ്ങളെക്കുറിച്ച് അറിയാതെ ഇവിടുത്തെ പോലീസും അതുപോലെ തന്നെ ലോവർ കോടതികളും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് നിയമത്തിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടും. തീർച്ചയായിട്ടും പരമോന്നത കോടതികൾ ഇതിനെതിരെ ഒരു പരാമർശമെങ്കിലും നടത്തിയാൽ വളരെ നന്നായിരുന്നു എന്നുള്ളതിന് അഡ്വക്കേറ്റ് നിലയിൽ എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ എന്തായാലും റിനി ജോർജ് എന്താകുമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ സ്ത്രീക്ക്, ഈ പെണ്ണുപിള്ളയ്ക്ക് ഒരു നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുക. ആ സമയത്ത് കണ്ട രാഹുലിൻ്റെ അന്നത്തെ ആ ഒരു അലിഗേഷൻ നടന്ന സമയത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാനും ബിഗ് ബോസിൻ്റെ പുറകിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഷോയുടെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വാർത്തകൾ കാണാനോ അതിനെക്കുറിച്ച് നന്നായിട്ടൊന്ന് പറയാനോ ഒന്നും സാധിച്ചില്ല. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രോബ്ലംസ്, ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി, ഈ ഒരു പരാതികളും ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും ഒക്കെ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതൊക്കെ അറിഞ്ഞത് ഞാൻ ഇപ്പോഴാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ഒരാളല്ല. അതിപ്പോൾ CPM ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ എന്താ നിയമലംഘനം നടത്തി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. ഫേക്ക് ഫെമിനിസം അല്ല, പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ. നമ്മുടെ അച്ഛൻ പുരുഷനാണ്, നമ്മുടെ അമ്മ അമ്മയുടെ ബാക്കിയുള്ള നമ്മുടെ അമ്മ പറ്റ സഹോദരങ്ങളുണ്ടാവും, നമ്മുടെ ആങ്ങളമാരല്ലേ സഹോദരന്മാരുണ്ടാവും, ഭർത്താവുണ്ടാവും, മക്കളുണ്ടാവും, ഇവരെല്ലാം പുരുഷന്മാരാണ്. നാളെ ഇവർക്കെല്ലാം ഈ ഭൂമിയിലില്ലേ, ഈ ലോകത്ത് ജീവിക്കേണ്ടതല്ലേ, ഈ കേരളത്തിൽ ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പുരുഷന്മാർക്ക് വേണ്ടി പുരുഷന്മാർ സംസാരിക്കുമ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല. പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഇത് എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ല വീട്ടമ്മമാരായാലും ശരി, പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾ സംസാരിക്കുമ്പോൾ എപ്പോഴും അതിന് ആ ഒരു യാഥാർത്ഥ്യബോധം ജനങ്ങളിലേക്ക് കൂടുതലെത്തും. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.